ഭാരതാംബയെ RSS ആണ് ഉണ്ടാക്കിയത് എന്ന് ആരാണ് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്? കാരണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത്, ആ കാലത്താണ് ശ്രീ അവനീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം ഭാരതാംബ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന ഈ ചിത്രം വരച്ചത്. അപ്പോൾ CPIയുടെ പ്രശ്നം RSS അല്ല. CPIയുടെ പ്രശ്നം ഹിന്ദു പാരമ്പര്യത്തോടുള്ള അസഹിഷ്ണുതയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, 30 വർഷമായി റംസാൻ നോമ്പ് നോൽക്കുന്നയാളാണ് താൻ എന്നാണ് മന്ത്രി പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. റംസാൻ നോമ്പ് നോൽക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹം ശബരിമല വ്രതമെടുക്കുന്ന ആളാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിലേറ്റവും ഗൗരവതരമായിട്ട് എനിക്ക് തോന്നിയത്, രാജ്ഭവനിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തെ അവഹേളിച്ച മന്ത്രി P. പ്രസാദിൻ്റെയും അതിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും നടപടിയാണ്. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ പ്രസാദ് മന്ത്രിക്ക് സൗകര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പറഞ്ഞിരിക്കുന്നത് വളരെ വിചിത്രമാണ്. ഭാരതാംബയുടെ കയ്യിലെ കൊടിയുടെ നിറവും കാലിലെ താമരയും ഇതാണ് പ്രസാദ് മന്ത്രിക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും പിടിക്കാതെ പോയത്. കാരണം അദ്ദേഹം പറഞ്ഞ ഇതെല്ലാം RSSൻ്റെ പ്രതീകമാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മന്ത്രിക്ക് ചരിത്രബോധം എന്നുള്ളത് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരു പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. കാരണം ഭാരതാംബയെ RSS ആണ് ഉണ്ടാക്കിയത് എന്ന് ആരാണ് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്? കാരണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത്, ആ കാലത്താണ് ശ്രീ അവനീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം ഭാരതാംബ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന ഈ ചിത്രം വരച്ചത്. ആ ചിത്രം കാവ്യവസ്ത്രമണിഞ്ഞ സ്ത്രീരൂപം താമരയിൽ നിൽക്കുന്ന ചിത്രമാണ്. അവനീന്ദ്രനാഥ ടാഗോർ RSS ആയിരുന്നു എന്ന് പ്രസാദ് മന്ത്രിക്ക് അഭിപ്രായമുണ്ടോ? അതുമാത്രമല്ല, പിന്നീട് ഇങ്ങോട്ട് പല സ്ഥലങ്ങളിലും ഭാരതാംബയുടെ പേരിൽ ക്ഷേത്രങ്ങളടക്കമുണ്ടായി. ഉദാഹരണത്തിന് വാരണാസിയിലെ ഭാരത് മാതാ മന്ദിർ ഏതാണ്ട് ഒരു 90 വർഷങ്ങൾക്ക് മുൻപേ 1936 മഹാത്മാഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. 1983 ഹരിദ്വാറിൽ നിർമ്മിക്കപ്പെട്ട ഭാരത് മാതാ മന്ദിർ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്. അതുമാത്രമല്ല, കൽക്കത്തയിലും ഭാരത് മാതാ മന്ദിറുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം കാണുന്ന ചിത്രമാണ് രാജ്ഭവനിൽ വെച്ചത്. അപ്പോൾ CPIയുടെ പ്രശ്നം RSS അല്ല. CPIയുടെ പ്രശ്നം ഹിന്ദു പാരമ്പര്യത്തോടുള്ള അസഹിഷ്ണുതയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, 30 വർഷമായി റംസാൻ നോമ്പ് നോൽക്കുന്നയാളാണ് താൻ എന്നാണ് മന്ത്രി പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ പന്തളത്തും ആലപ്പുഴയിലും ഒക്കെയുള്ള ഒരാളാണ്. റംസാൻ നോമ്പ് നോൽക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹം ശബരിമല വ്രതമെടുക്കുന്ന ആളാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, CPMൻ്റെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ, ആ പാർട്ടി കോൺഗ്രസ്സിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ധരിച്ച വസ്ത്രം, CPMൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ ഹമാസിൻ്റെ കൂടി ചിഹ്നമായിട്ടുള്ള കഫിയ ധരിച്ചുകൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അണിനിരന്നപ്പോൾ CPIക്ക് ഒരു ഭരണഘടനാ പ്രശ്നവും തോന്നിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർ ഭാരതാംബയെ മാത്രമല്ല, ഭാരതത്തെ തന്നെ അംഗീകരിക്കാത്തവരാണ്. G20 ഉച്ചകോടിയിലെ അത്താഴ വിരുന്നിന് ബഹുമാന്യയായിട്ടുള്ള രാഷ്ട്രപതി അയച്ച ക്ഷണക്കത്തിൽ റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന് വെച്ചതിന് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിട്ടുള്ള പുകില് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഭാരതത്തോടാണ് അവരുടെ എതിർപ്പ്. ഭാരതത്തിൻ്റെ അതിർത്തിയിൽ കടന്നു കയറി നമ്മുടെ സൈനികരെ കൊന്നൊടുക്കി അധിനിവേശത്തിന് ശ്രമിച്ച ചൈനയെ ന്യായീകരിച്ച ആളുകളുടെ പിന്മുറക്കാരാണ് ഇവർ. ഇവരിൽ നിന്ന് ഇതിനപ്പുറം എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് ഈ സന്ദർഭത്തിൽ വരുന്നത്. അതുകൊണ്ട് മന്ത്രി പ്രസാദ് അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുത, ഹിന്ദു പാരമ്പര്യത്തോടുള്ള അസഹിഷ്ണുത, ആ അസഹിഷ്ണുത ഇനിയെങ്കിലും മാറ്റിവെക്കണം.